ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. മൂന്നാം സ്ഥലം. ഈശോ കുരിശോടുകൂടി ഒന്നാം പ്രാവശ്യം നിലത്ത് വീഴുന്ന രംഗം. രണ്ടാം സ്ഥലം കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ വഴിയിൽ ഹഡ്രിയാൻ തീർത്ത ആർച്ച് കാണാം, എച്ച്.ഒ.മോ ആർച്ച്. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് എത്തുമ്പോൾ ഡമാസ്കസ് ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന വഴിയിൽ നമ്മൾ ചെന്നുമുട്ടുന്നു. ജെറുസലേമിനെ രണ്ടായിട്ട് തിരിച്ച തെറോപ്പയോൺ താഴ്വര, ആ താഴ്വരയിലൂടെയാണ് ഈ വഴി പോവുക. ഈ ചെന്നുമുട്ടുന്ന മൂലയുടെ വലതുവശത്ത് ഓസ്ട്രിയൻ ഹോസ്പിറ്റ്സ് ആണ്. അതിൻ്റെ ഇടത്തെ മൂലയാണ് മൂന്നാം സ്ഥലമായിട്ട് ചിത്രീകരിക്കുക. അവിടെ താഴെ വഴിയിൽ റോമൻ കാലഘട്ടത്തിൽ, കർത്താവിൻ്റെ കാലഘട്ടത്തിൽ കല്ലുകൾ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മൂലയിൽ തുർക്കികളുടെ കാലഘട്ടത്തിൽ കുളിമുറികളായിരുന്നു. ഹമാം എസ് സുൽത്താൻ അതിൻ്റെ കവാടം ഇരുന്നിരുന്ന സ്ഥലമാണ്. മൂന്നാം സ്ഥലവും നാലാം സ്ഥലവും 1856 അർമേനിയൻ കത്തോലിക്കർ വാങ്ങിയതാണ്. ഇവിടെ കർത്താവ് നിലത്ത് വീണതിനെ സൂചിപ്പിക്കുന്ന ഒരു തൂണുണ്ടായിരുന്നു. 1947 പലസ്തീനായിലുണ്ടായിരുന്ന പോളിഷ് ആർമി അവരാണ് ഈ സ്ഥലം നവീകരിക്കുന്നതും ഈ കപ്പേള പണിയുന്നതും. അപ്പോൾ ഈ തൂണിന്മേലാണ് അവർ കവാടത്തിലുള്ള ഗ്രില്ല് ഉറപ്പിച്ചത്. കപ്പേളയുടെ ഉള്ളിലേക്ക് ചെന്നാൽ മനോഹരമായിട്ടുള്ള ചിത്രീകരണം സിലിൻസ്കിയുടേതാണ്. കർത്താവ് കുരിശുമായി നിലം പൊത്തുന്നു. പിന്നിൽ മാലാഖവൃന്ദം, വാനിലെ മാലാഖവൃന്ദത്തെ ചിത്രീകരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ കർത്താവ് നിലത്ത് വീഴുന്നതിൻ്റെ ചെറിയൊരു ചിത്രീകരണം. മൂന്നാം സ്ഥലം നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. പക്ഷേ ചമ്മട്ടിയടിയേറ്റ് മുൾക്കിരീടം ധരിച്ച് ഒരു രാത്രിയും പകലും മുഴുവൻ പീഡകളേറ്റ ആ ശരീരം തളർന്നു പോയിരുന്നിരിക്കണം. കാരണം 5-ാം സ്ഥലം എത്തുമ്പോഴേക്കും സഹായത്തിനായി കെവറിൻകാരനായ ശിമയോനെ പടയാളികൾ ഭരമേൽപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ വഴിയിൽ ക്ഷീണിതനാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും നിലത്ത് വീണിരിക്കാം. ഈ രംഗമാണ് ഇവിടെ നമ്മൾ ഓർക്കുക. കർത്താവിൻ്റെ ബലമെല്ലാം തീർന്നുപോയി, ക്ഷീണിതനായി. എങ്കിലും നമുക്ക് വേണ്ടി അവനെല്ലാം സഹിച്ച് യാത്ര തുടരുന്നു. മണ്ണോട് മണ്ണാവകേണ്ട നമ്മുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ദേവാലയം പോലെ ആത്മാവിൻ്റെ അങ്കണമാക്കി, വാസസ്ഥലമാക്കി സൂക്ഷിക്കുവാനുള്ള ഒരു വിളി കൂടിയാണ് മൂന്നാം സ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.